ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചുമ എന്ന വില്ലനെ കുറിച്ചാണ്. നമ്മുടെ തൊണ്ടയെയും നെഞ്ചിനെയും ശ്വാസനാളത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു റിഫ്ലെക്സ് ആണ് ചുമ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഫോറിൻ ബോഡി നമ്മുടെ മൂക്കിലോ തൊണ്ടയിലോ നെഞ്ചിലോ വരുമ്പോൾ അതിനെ കഫ് ഔട്ട് ചെയ്യാനുള്ള ബോഡിയുടെ നോർമൽ റിഫ്ലെക്സ് ആണ് ചുമ. എന്നാൽ ചുമ പലതരത്തിലുണ്ട്. വില്ലൻ ചുമ, ചുമയോട് കൂടിയുള്ള ഛർദി, ചുമയോട് കൂടിയുള്ള ശ്വാസം മുട്ടൽ, പനിയോട് കൂടിയുള്ള ചുമ, നീണ്ടു നിൽക്കുന്ന ചുമ, പകൽ സമയങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ചുമ, ഉറക്കത്തിൽ ഉണ്ടാകുന്ന ചുമ, രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന ചുമ എന്നിങ്ങനെ പലതരത്തിലുള്ള ചുമയുണ്ട്. അതിൽ പെർട്യൂസിസ് എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ചുമയാണ് വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ വില്ലൻ ചുമ എന്ന് പറയുന്നത്. ഈ വൂപ്പിംഗ് കഫ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് DPT വാക്സിനേഷൻ ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുന്നത്. കുത്തിയുള്ള ചുമ ചിലപ്പോൾ കഫ് വേരിയന്റ് ആസ്മ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നതായിരിക്കാം. ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്ന ചുമ നമുക്ക് ആസ്മയുടെ ലക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ബ്രോങ്ക്യോളൈറ്റിസ് ആയിരിക്കാം. ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള ആൾക്കാർക്ക്, അതായത് ആസ്മ COPD എന്നുള്ള അസുഖമുള്ള ആൾക്കാർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനോ കാരണത്താൽ നമുക്ക് പനിയോടുകൂടിയ ചുമയും ശ്വാസം മുട്ടലും ഉണ്ടാകുന്നു. ഇത് പിന്നീട് ന്യൂമോണിയ ആകാനുള്ള സാധ്യതയുണ്ട്. ന്യൂമോണിയ ആയി മാറുമ്പോൾ രാത്രി കാലങ്ങളിൽ കൂടുന്ന ചൂടും ശ്വാസം മുട്ടലും ചുമയുമായിരിക്കും പ്രസന്റേഷൻ. രാത്രിയിൽ ഉറക്കത്തിൽ ചുമയ്ക്കുക അല്ലെങ്കിൽ ഉറങ്ങി കുറച്ച് കഴിയുമ്പോൾ ചുമയ്ക്കുക എന്നുള്ളത് കുട്ടിക്ക് അല്ലെങ്കിൽ അഡൾട്ട്സിന് അഡിനോയിഡ്സോ ടോൺസിൽസോ ഉള്ളതിന്റെ ലക്ഷണമായിരിക്കാം. ഇത് സെക്രീഷൻസ് പൂൾ ചെയ്ത് കിടന്നിട്ട് ആ സെക്രീഷൻസ് നമ്മുടെ ട്രക്കിയനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിഫ്ലെക്സ് ആണ് ഈ രാത്രി കാലങ്ങളിൽ കാണുന്ന ചുമ. പകൽ സമയത്ത് മാത്രം കാണുന്ന ചുമ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ളതായിരിക്കാം. അതായത് ഇപ്പോൾ പൊടി സിമെന്റ് അങ്ങനെയുള്ള ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വീട് പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ, കാർപ്പൻറ്റേഴ്സിന്, അതുപോലെ തന്നെ പെറ്റിനെ വളർത്തുന്ന ആൾക്കാർ, പെറ്റ് ഷോപ്പിലുള്ള ആൾക്കാർക്ക്, അതുപോലെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിലും, പെറ്റ് ആനിമൽസ് ആണെങ്കിലും പെറ്റ് ബേർഡ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ AC-യുടെ തണുപ്പിന്റെ ഇറിറ്റേഷൻ കാരണത്താലോ അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥ കാരണത്താലോ ഉണ്ടാകുന്ന ചുമയാണ് ഈ പകൽ സമയങ്ങളിൽ കാണുന്ന ചുമ. പനിയോട് കൂടിയുള്ള ചുമ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ 101 ഡിഗ്രി പനിയുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, റെസ്പിറേറ്ററി റേറ്റ്, ശ്വാസം വലിക്കുന്നതിന്റെ വേഗം വളരെ കൂടുതലാണ്. ചുമയുണ്ട് എങ്കിൽ അത് ന്യൂമോണിയ ആയിരിക്കാം. ചുമയോട് കൂടിയുള്ള ഛർദി, പ്രോപ്പർലി ചുമച്ച് തുപ്പാൻ അറിയാത്ത സാഹചര്യങ്ങളിൽ കുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഇങ്ങനെ കാണുന്നത്. അത് ചുമച്ച് അതിശക്തമായി ചുമച്ച് അവർ ഛർദിക്കുന്നു. അപ്പോൾ കുറെ കഫം അങ്ങനെ പോകുന്നു. നീണ്ടു നിൽക്കുന്ന ചുമ, അലർജി ടെൻഡൻസി ഉണ്ടാകുന്ന ആൾക്കാർക്ക് നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടാകുന്നു. അതുപോലെ എപ്പോഴും തുമ്മൽ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന, സൈനസൈറ്റിസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക്, ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക്, അതായത് സ്ഥിരമായി പുക വലിച്ച് അത് ബീഡിയോ സിഗരറ്റോ വലിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള ആൾക്കാർക്ക്, ബ്രോങ്കൈറ്റിസ് ആകുന്ന ആൾക്കാർക്കും നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടാകുന്നു. നീണ്ടു നിൽക്കുന്ന ചുമ, കഫമുണ്ട്, പനി രാത്രി കാലങ്ങളിൽ വരുന്നുണ്ട് എങ്കിൽ, 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമയാണെങ്കിൽ TBക്ക് ടെസ്റ്റ് ചെയ്യണം. ചുമച്ചു തുപ്പുമ്പോൾ കഫത്തിന് നിറവ്യത്യാസമുണ്ടോ, അത് മഞ്ഞയാണോ ചുമപ്പാണോ പച്ചയാണോ എന്ന് നോട്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ കറുത്ത രൂപത്തിലും കഫം വരാം. ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ കറുത്ത രൂപത്തിലായിരിക്കും വരുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ മിക്കപ്പോഴും മഞ്ഞ നിറത്തിലായിരിക്കും. അതിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പച്ച നിറത്തിലായിരിക്കും കഫം വരുന്നത്. ചുമപ്പ് നിറം കാണുന്നത് ഒന്നുകിൽ സ്ട്രെയിൻ ചെയ്ത് ചുമയ്ക്കുമ്പോൾ തൊണ്ടയിൽ പൊട്ടി ചോര വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ വേറെ അസുഖങ്ങളായ ക്യാൻസർ സംബന്ധമായ അസുഖങ്ങളാണോ എന്ന് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ്. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ശ്വസിക്കാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്, കൂടുതലായിട്ടുള്ള റെസ്പിറേറ്ററി റേറ്റ്, ശ്വാസം വളരെ വേഗത്തിൽ വലിക്കുന്നു, ശ്വാസമുട്ടലിന്റെ കൂട്ടത്തിൽ പനി ഉണ്ടെങ്കിൽ, ചുണ്ടുകൾ, നാവ്, കൈയുടെ ടിപ്സില്, ചുണ്ടിലും നാവിലുമെല്ലാം നീല നിറമുണ്ടെങ്കിൽ, ശ്വാസം വലിക്കുമ്പോൾ ഒരു വിസിലിന്റെ ശബ്ദം പോലെ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണിച്ച് ട്രീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.